ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് അർജന്റീനക്കെതിരെ നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സ്വിറ്റ്സർലാൻഡിന് കഴിഞ്ഞിരുന്നു. പക്ഷേ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ എംബോളോ റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തുപോയി. അതാണ് കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത്. അദ്ദേഹം ഡൈവ് ചെയ്യുകയായിരുന്നു. അതിന്റെ പേരിൽ രണ്ടാമത്തെ യെല്ലോ കാർഡ് റഫറി അദ്ദേഹത്തിന് നൽകുകയും എംബോളോക്ക് പുറത്ത് പോകേണ്ടി വരികയും ചെയ്തു. ഇതിനെതിരെ സ്വിറ്റ്സർലൻഡിന്റെ പരിശീലകനായ മുറാത്ത് യാക്കിൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതായത് റഫറി അങ്ങനെ ഒരു സെക്കൻഡ് യെല്ലോ നൽകേണ്ട യാതൊരുവിധ ആവശ്യവും അവിടെ ഇല്ലായിരുന്നു എന്നാണ് സ്വിറ്റ്സർലൻഡ് പരിശീലകൻ പറഞ്ഞിരുന്നത്. പക്ഷേ മത്സരത്തിൽ റഫറി അർജന്റീനയോടൊപ്പം നിലകൊണ്ടു, അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി കൊണ്ട് തീരുമാനങ്ങൾ എടുത്തു എന്ന ഒരു അഭിപ്രായം തനിക്കില്ല എന്നുകൂടി സ്വിസ് പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തികച്ചും ന്യായമായ നല്ല രൂപത്തിലുള്ള ഒരു മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റഫറിയുടെ തീരുമാനം തികച്ചും അവിശ്വസനീയമാണ്. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ റഫറി അർജന്റീനയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയില്ല. ന്യായമായിട്ടുള്ള നല്ല ഒരു മത്സരം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും മികച്ച രീതിയിൽ കളിച്ചു. ഒരൊറ്റ മിസ്റ്റേക്കാണ് ഞങ്ങൾക്ക് തിരിച്ചടിയായത്. മത്സരത്തിന്റെ ഗതി തന്നെ നിർണയിച്ചത് ആ നിമിഷമായിരുന്നു. ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും പരാതി പറയാം, പക്ഷേ ഞാൻ അർജന്റീനയെ അഭിനന്ദിക്കുന്നു. ഇതാണ് സ്വിറ്റ്സർലൻഡിന്റെ പരിശീലകനായ മുറാത്ത് യാക്കിൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നല്ല രൂപത്തിലുള്ള ഒരു മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. റഫറി അനീതിയായിക്കൊണ്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ റഫറിയുടെ ആ തീരുമാനം അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ റെഡ് കാർഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ മത്സരത്തിൽ വലിയ സാധ്യതകൾ സ്വിസ് പടക്ക് അവശേഷിക്കുമായിരുന്നു. പക്ഷേ എംബോളയുടെ ഒരു മണ്ടത്തരമാണ് ഈ മത്സരത്തെ അവരിൽ നിന്നും എടുത്തു മാറ്റിയത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.